എല്ലാതരം നട്ട്സും ഈന്തപ്പഴവും അത്തിപ്പഴവും ബ്ലാക്ക് റൈസും എല്ലാം ചേർത്തിട്ടാണ് നമ്മളിവിടെ ബ്ലാക്ക് റൈസ് ലഡു ഉണ്ടാക്കാൻ പോണത്. എല്ലാ നട്ട്സുകളും കൂടി നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. ലഡു ഒക്കെ ഇതാ ഉണ്ട പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ലഡുവാണ്, എല്ലാവർക്കും കഴിക്കുക, എല്ലാ പ്രായക്കാർക്കും കഴിക്കുക. നമ്മളിവിടെ ബ്ലാക്ക് റൈസ് ലഡു തയ്യാറാക്കിയിട്ടുണ്ട്. പഞ്ചസാരയും ചേർക്കാതെ തേനും ഈന്തപ്പഴം, ഇതാണ് അതിൻ്റെ മധുരം. ബാക്കി ഒരുപാട് തരം നട്ട്സാണ് ചേർന്നിരിക്കുന്നത്. നല്ല വിലവരൂത് നല്ല ലഡുവാണ്. ശരീരത്തിന് ഒരുപാട് പ്രോട്ടീന്, ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ്. എല്ലാ പ്രായക്കാർക്കും കഴിക്കുക. നമ്മുടെ വീഡിയോ നോക്കി എല്ലാവർക്കും ഇത് തയ്യാറാക്കാൻ പറ്റും. എല്ലാത്തവർക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഇത് വാങ്ങാം. ചിരി എടുത്താ മാമ കുറച്ചതാ, മാമ കുറച്ചതാ, മാമ കുറച്ചതാ. ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ബ്ലാക്ക് റൈസ് ലഡു ഉണ്ടാക്കാനുള്ള കസുവണ്ടി കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് വറുക്കാൻ പോകുകയാണ്. അപ്പോൾ കസുവണ്ടി വറുക്ക വെച്ച് കൂട്ടാം. നമുക്ക് കസുവണ്ടി നമുക്ക് കൊട്ടുക. ഇതാ കസുവണ്ടി, നാടൻ കസുവണ്ടി നമുക്ക് വറുത്തെടുക്കാം. എൻ്റെ കൂട്ടുകാരൻ നന്നാണ്. കസുവണ്ടി വറുക്കുമ്പോൾ എല്ലാവരും വറുക്കാൻ പറ്റില്ല. മുതിർന്നവരെ നിർത്തിയിട്ടേ വറുക്കാൻ പറ്റുള്ളൂ. കുട്ടികളൊന്നും ഇത് വറുക്കാണ്ടിരിക്കുക, ഇത് പൊട്ടിത്തെറിക്കും. അതേമാതിരി ഇത് കടിക്കാനൊന്നും പറ്റില്ല. ഇത് ആസിറ്റുമാതിരി ഒരു ഇതുള്ളതാണ്, എവിടെയായാലും പൊള്ളും. എൻ്റെ തന്നെ ഇന്നലെ വറുത്തപ്പോൾ എനിക്ക് പൊട്ടിത്തെറിക്കലും പൊള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും കസുവണ്ടി വറുക്കാനോ അതിൽ കടിക്കാനോ കളിക്കാനോ നിൽക്കണ്ട, പ്രത്യേകം ശ്രദ്ധിക്കണം. ഷിജുവിനെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഷിജുവിനെ കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യിപ്പിക്കില്ല. ഷിജു കടിക്കണ്ടാട്ടാ, ഇതിനെ വെറുതെ കടിച്ചാലും പൊള്ളില്ലേ? ആ പൊള്ളും. കസുവണ്ടി ചട്ടിയിൽ വറുക്കാൻ വേണ്ടി കൊണ്ടുണ്ട്. പോയിരിക്കും. ഈ കത്താ തുടങ്ങി വലിയ കോലെടുത്തിട്ടാണ് ഞാൻ അളക്കുന്നത്. ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇത് മൺചട്ടിയിലാണ് ഇത് ചെയ്യേണ്ടത്. പൊട്ടിയ മൺചട്ടിയൊക്കെ ഉണ്ടാവും, അതിലൊക്കെ ചെയ്യുക. പിന്നെ ഈ ചട്ടി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിന്റെ കറിയൊക്കെ ആവും. പഴയ ചട്ടി വറുക്കണല്ലേ? നമ്മുടെ ഇതിലിപ്പോ പഴയ മൺചട്ടിയൊന്നും ഇല്ല. അപ്പൊ നമ്മ അലുമിനിയം ചട്ടി പഴയതെടുത്തു. ഇതാ എടുക്കാൻ പോകുകയാണ്. ഇതാ ഇവിടെ ഇങ്ങനെ ഇതാ മേലെ കുറച്ച് ഓയിൽ ഇട്ടിട്ട് കത്തിക്കും. കത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ കത്തിക്കും. ാണിപ്പോ കത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കരിക്കുകയും ചെയ്യും, നമ്മുടെ മേലേക്ക് തെറിക്കുകയും ചെയ്യും. ഞാൻ എന്താ കുട പിടിച്ചിട്ടാണ് മുഖത്തേക്ക് തെറിക്കാണ്ടിരിക്കാൻ കുട പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. കസുവണ്ടി പരിപ്പൊക്കെ എടുക്കണം. നമ്മൾ വറുത്ത് കഴിഞ്ഞു, കുറച്ച് തല്ലിയിട്ടുണ്ട്, ഇനി കുറച്ച് തല്ലാനുണ്ട്, ഇനി കുറച്ച് വറുക്കാനും ഉണ്ട്. അപ്പോൾ ഇത് കയ്യിൽ പൊള്ളൽ വരും. ഇതിൻ്റെ എണ്ണയൊക്കായി പറഞ്ഞാൽ കയ്യിൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ തൊലിയൊക്കെ പോകും, 2 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഗ്ലൗസൊക്കെ ഇട്ടിരിക്കുന്നത്. ഇത് തല്ലിയെന്ന് എടുത്തതാണ്, ഇതിന് എടുക്കാനുള്ളതാണ്, ഇതിന് തൊണ്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാം വേർതിരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത്ര തല്ലിയെന്നാണ് ഇത്ര പരിപ്പ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത്രയും കൂടി തല്ലിയാൽ ഇതിൻ്റെ ഇരട്ടി പരിപ്പ് കിട്ടും. അങ്ങനെ തല്ലും, തല്ലുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ പരിപ്പ് എടുക്കും. അല്ലേ, ഇതിന് മേലൊരു തവിടുണ്ടാവും, അതിനെ കളയണം. അത് കസപ്പുള്ളാണ്, അതിനെ നമ്മൾ കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് ഇടും, ഇത് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മാറ്റും. പിന്നെ ചിലത് ഇങ്ങനെ എടുത്താൽ അങ്ങനെ കിട്ടുക. നമുക്ക് ശരിക്കും നല്ല വൃത്തിയിലൊന്നും കിട്ടിയിട്ടില്ല, ഒക്കെ പൊടിഞ്ഞിട്ട് കിട്ടിയത് വറവിൽ തെറ്റിയിട്ട്. ഇത് 2ാം പ്രാവശ്യത്തെ വറുത്തത് കുറച്ച് കറക്റ്റായിട്ടുണ്ട്. ഇതുണ്ട് ചെടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ എടുക്കുക തന്നെ. ഇത് ഇതിലിടും നല്ലത്. ഇവിടെ തയ്യാറാക്കാൻ പോണത് ബ്ലാക്ക് റൈസ് കൊണ്ടുള്ള ലഡുവാണ്. അത് അധികം നട്ട്സൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനാവശ്യമുള്ള സാധനം ഈന്തപ്പഴം, നല്ല ഈന്തപ്പഴമാണ്, ലുലുന്ന് വാങ്ങിയതാണ്. അതേമാതിരി ബദാം, അത്തിപ്പഴം, നമ്മളിവിടെ തല്ലിയെടുത്ത കസുവണ്ടി പരിപ്പ്, ചിയ സീഡ്, പനങ്കൽക്കണ്ട്, ഫ്ലാക്സ് സീഡ്, തേന്, ഫ്ലാക്സ് സീഡ് പിന്നെ ബ്ലാക്ക് റൈസ്, പിന്നെ ഈന്തപ്പഴം കുരു കളഞ്ഞതാണ്,
ഇത് സൂര്യകാന്തിന്റെ വിത്ത് വറുത്തത്, മത്തൻകുരു, പിസ്ത, ബദാം മുറിച്ചത്, തണ്ണിമത്തൻകുരു, കസുവണ്ടി പരിപ്പ്, ഏലക്കായി, മുന്തിരി, വെളുത്ത എള്ള്, പനങ്കൽക്കണ്ട്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഷുഗറുകാർക്കും അതുമാതിരി എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ഫുഡാണ്. ഇതൊരു 2 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. ഇതിലെന്താ പറയുക, വെള്ളമോ അങ്ങനെ ഒന്നും ചേരലില്ല. ചേരുന്നത് ആകെ തേന് മാത്രമാണ്. ഇത് ശരീര വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് കഴിക്കാം, ഷുഗറുകാർക്ക് കഴിക്കാം, കുട്ടികൾക്ക്, ഗർഭിണികൾക്ക്, വലിയവർക്ക് എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും. ഒരു ദിവസം ഒരു ചെറിയൊരു ഉണ്ട വെച്ച് കഴിച്ചാൽ മതി. ഇതിൽ നട്സുകളാണ് അധികം ഉള്ളത്. നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യണ സാധനങ്ങൾ ഇതിലൊന്നും തന്നെ ചേർത്തിട്ടില്ല. എല്ലാം നല്ല സാധനമാണ്, വില കൂടിയ സാധനങ്ങളാണ് എല്ലതും. ഇത് അത്തിപ്പഴമൊക്കെ 2000 റുപ്യന്റെ അടുത്ത് വിലയുള്ള അത്തിപ്പഴമാണ്. അതേമാതിരി ബദാം എല്ലാം നല്ല വിലയുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ലുലുന്ന് വാങ്ങിയ സാധനങ്ങൾ ഇട്ടിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇതിൽ ധാരാളം പ്രോട്ടീനും മിനറൽസുകളും വിറ്റാമിനൊക്കെ ധാരാളം അടങ്ങിയ സാധനമാണ്. അപ്പൊ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ശുചിക്കുട്ട് ഉണ്ടാക്കാം നമുക്ക്. മതി, പകുതി ഇട്ടാൽ മതി, പകുതി കുറച്ചായിട്ട് വറുത്തെടുക്കാം. ഇത് കരിയാണ്ട് ഇളക്കണം. ഇപ്പൊ ബ്ലാക്ക് റൈസ് നമ്മൾ കരിയാണ്ട് ഇളക്കണം. എന്തിനാ പറഞ്ഞാൽ ഇതിൽ ആന്തോസയൻ പറഞ്ഞ ഒരു എണ്ണയാണ് ഉള്ളത്. അത് കത്തിപ്പുകാൻ പറ്റില്ല. അപ്പം നമ്മൾ നല്ല മൊരിയണ വരെ വറുത്താൽ മതി. പുക വരേണ്ട ആവശ്യമില്ല, കരിഞ്ഞ പുക വരാൻ പറ്റില്ല. അതിന് മുമ്പ് നമ്മൾ എടുക്കണം. അപ്പോൾ ഈന്തപ്പഴവും നമ്മൾ ഇതുമാതിരി വറുത്തെടുക്കണം. എന്താ പറഞ്ഞാൽ ഈന്തപ്പഴത്തിൽ കുറച്ച് ഈർപ്പങ്ങളൊക്കെ ഉണ്ടാവും, അതുണ്ടെങ്കിൽ കേട് വരും. അപ്പോൾ അതും കൂടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു കേടും കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ വറുക്കുന്നത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നത്. ചെറിയ രീതിയിലൊന്നും ചൂടാക്കണ്ടുള്ളൂ. അപ്പോൾ കൂടുതൽ കാലം ഇത് ഇരുവണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ പൊടി പൊടിയായി മുറുക്കിയിടുന്നതാണ്. അങ്ങനെയാണ് തെറിക്കാണ്ടിരിക്കാനും ഇങ്ങനത്തെ പാത്രത്തിലെടുത്തിരിക്കുന്നത്. ബദാമും നമ്മളിതുമാതിരി പൊടി പൊടിയായി മുറിച്ച് കൊണ്ടിരിക്കുന്നതാണ്, തെറിക്കാണ്ടിരിക്കണം. അത്തിപ്പഴം മുറുക്കൽ പൊടി പൊടിയായിട്ട്. കസുവണ്ടിപ്പരിപ്പ് വറുക്കുകയാണ്, ബദാം വറുത്തെടുക്കുകയാണ്. ഒരുവിധം വറുത്താൽ നന്നായി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ വല്ല ഈർപ്പങ്ങളുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ട് വേണം, അതിനുള്ള വറുക്കലാണ്. ഇത് സൂര്യകാന്തിൻ്റെ വിത്താണ്. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. വെളുത്തുള്ളും നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിനി മത്തൻകുരു വറുക്കാം. തണ്ണിമത്തൻകുരു, പത്തിപ്പഴമാണ്. പത്തിപ്പഴവും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒന്നുകൂടി ഏലക്കായാണ്, ഒരു ചെറിയൊരു മണത്തിനാണിത് ഏലക്കായ് വറുത്തത്. ഫ്ലാക്സ് സീഡാണ്, അതും ഒന്ന് വറുത്തെടുക്കാം. ഫ്ലാക്സ് സീഡ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. പകുതി പുറത്തേക്ക് തന്നെ. ഇപ്പോൾ ചിയ സീഡ് നമ്മളൊന്ന് ചെറുതായിട്ട് അതും ഒന്ന് വറുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരീരത്തേക്ക് ഒരുപാട് ഗുണമുള്ള സാധനങ്ങളാണ്. ചിയ സീഡ്, ചണവിത്ത്, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. എല്ലാ ചേർക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വറുത്ത എല്ലാ സാധനങ്ങളും ചിലത് പൊടിച്ചിട്ടുമുണ്ട്, അതൊക്കെ കൂടി ചേർക്കുകയാണ്. ഇതാദ്യം മത്തൻകുരുവ്, സൂര്യകാന്തി വിത്ത് വറുത്തത്, മുന്തിരിങ്ങ, എള്ള്, കസുവണ്ടി വറുത്തത്, ബദാം വറുത്തത്, തണ്ണിമത്തൻ വറുത്ത വിത്ത്, പിസ്ത, ബ്ലാക്ക് റൈസ് വറുത്ത് പൊടിച്ചത്, ഈന്തപ്പഴം, ഈന്തപ്പഴം ചതച്ചത്, എല്ലാ നട്സുകളും കൂടി നമ്മുടെ ചേർക്കുന്നുണ്ട്. പനഞ്ചക്കരപ്പൊടി, ഫ്ലാക്സ് സീഡ്, ഏലക്കായി, തേനൊഴിക്ക്, തേന്, തേന്,
അപ്പം നമുക്കിതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. ബ്ലാക്ക് റൈസ് ലഡുവിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന് ഉണ്ട പിടിക്കാനി. രസിക്കുട്ടാ, ബ്ലാക്ക് റൈസ് ലഡു ഇത് നല്ല ഉണ്ടയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ലഡുവാണ്. ഗർഭിണികൾക്കും അതുമാതിരി വിരുന്ന് പോകുമ്പോഴും എല്ലാം കൊണ്ടുപോവുക. പല ഫംഗ്ഷനിക്കും കൊണ്ടുപോയി കൊടുക്കുക. ബർത്ത്ഡേക്കൊക്കെ ശരീരത്തിനൊക്കെ നല്ല ഗുണമുള്ളതാണ്. എല്ലാ ദിവസവും ഓരോ ലഡു വെച്ച് കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ല ഗുണം കിട്ടുന്നതാണ് ഇത് ലഡു. ശുചിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് കഴിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? ബ്ലാക്ക് റൈസ് ലഡു നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നട്ട്സും അതേമാതിരി തേന് ഇതൊക്കെയാണ് ഉള്ളത്. അല്ലാണ്ട് പഞ്ചസാര ഇങ്ങനെ ഉള്ള സാധനങ്ങളൊന്നുമില്ല. നല്ല സാധനമാണ്. നമ്മുടെ വീഡിയോ നോക്കിയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. എല്ലാ പ്രായക്കാർക്കും കഴിക്കുക, ഷുഗറുകാർക്ക് കഴിക്കുക, തടി കൂടിയവർക്ക് കഴിക്കുക. ഒരുപാട് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. എല്ലാ നട്ട്സ് മാത്രമാണ് ഇതിൽ മെയിനായിട്ടുള്ളത്, വേറെ ഒന്നും തന്നെ ഇല്ല. നല്ല സാധനമാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ചിലവേറിയതാണ്, നല്ല പൈസയൊക്കെ ആവും. പക്ഷെ നല്ല ഗുണമുള്ള സാധനമാണ്. അപ്പോൾ അറിയുന്നവരൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇനി വേണമെന്നുള്ളവർ വേണമെങ്കിൽ വാങ്ങി കഴിക്കുക. അങ്ങനെ പാക്ക് ചെയ്യുന്നേ 1 4 5 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ബോട്ടിലിൽ. അങ്ങനെ അതിനെ മൂടണ സ്റ്റിക്കറുണ്ട്, ഇതുണ്ട് അലുമിനിയം ഫോയിൽ വെച്ച് അയൺ ബോക്സ് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും. അത് ഇതാ ഇതുള്ള സീലായി. ഇതാ ഇനി പൂജ. ഇനി ആക്കിയ സീലിംഗ് ആയി. ഇതാ പാക്കിങ് ചെയ്തു. സ്റ്റിക്കർ ഇങ്ങനെ വെച്ചിട്ട് വളയാണ്ട് ഒട്ടണം. ഇതാ ഇതേമാതിരി ഇങ്ങനെ ഒട്ടിയതാ സ്റ്റിക്കർ. ഇങ്ങനെ വെച്ചു. ഇതാ ഇങ്ങനെ ഒട്ടും സ്റ്റിക്കർ. ഇതാ ഇനി വെയിറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇവിടെ അതിൻ്റെ വിലയിടും. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അവർക്കിത് നമ്മുടെ നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ വിളിച്ചിട്ട് വാങ്ങാം. പോസ്റ്റ് ഓഫീസ് മുഖാന്തരം അയച്ചു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ശുചിക്കുട്ടി, താങ്ക് യു പറ. താങ്ക് യു.